ഞാൻ നാട്ടിൽ പോകണം ഗൈസ്. ഇനി അവിടെയാണ് പഠിക്കുന്നത് ഗൈസ്. ഗൈസ് നാട്ടിൽ പോകണം ഗൈസ്. നിങ്ങൾക്ക് എന്തോ പറയാനുള്ളൂ? നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തത് കെട്ടി എൻ്റെ കെട്ടിയല്ല അച്ഛൻ്റെ കെട്ടി ഫ്രീ വൈഫൈ കിട്ടി. നമ്മളിപ്പോൾ എവിടെ നിന്ന് കാണിച്ചത് ഞങ്ങളിപ്പോൾ ഡ്യൂട്ടി ഫ്രീയിൽ കയറി ഗൈസ്. ചുമ്മാ ഒന്ന് കറങ്ങിച്ചിട്ട് നടക്കാൻ വേണ്ടി ഒന്ന് കയറിയതാണ്. നല്ല കോമഡിയാണ്. കിച്ച് പറയാൻ 18 വയസ്സൊക്കെ ആയിട്ട് പോരെ ഇതൊക്കെയായിരുന്നു. നല്ല 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 വെറൈറ്റി ബ്രാൻഡുകളായിരുന്നു. ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ഏരിയ വന്നിരുന്ന് കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചു. 2 സൈഡിൽ നിന്നും വ്ളോഗിങ് ആണ്. അപ്പുറത്തും വ്ളോഗിങ് ഇപ്പുറത്തും വ്ളോഗിങ്. അങ്ങോട്ട് റീച്ചുണ്ടോ അതുമില്ല. അത്രയ്ക്ക് നല്ല കണ്ടൻസ് ആണ് പക്ഷേ ആയതുകൊണ്ട് എൻ്റെ ഷൂ ആയിരിക്കും ഞാൻ കാണിച്ചത്. ആരെങ്കിലും ഈ ഷൂവിൻ്റെ കൊലിച്ചിടുമോ? ഞാനിടും. പുറകെ ഇരിക്കുന്ന ചേച്ചി ഇടും. അതൊക്കെ ഒരു പ്രത്യേകതരം കഴിവുകളാണ്. ശരി, അടുത്ത ഞങ്ങളിപ്പോൾ ഗേറ്റിൽ വന്നിരുന്നു. ചുമ്മാ ഇരിക്കുകയല്ലായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നുകൊണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ സീഡ്രാമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഞാനൊന്നും നല്ല സംസാരമല്ലേ, എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ഞാനും അച്ഛനും കിച്ചും വൈറ്റിനും പോവാണ്. അമ്മ ഒരു ബ്ലൂയിഷ് കളറാണ്, എനിക്കങ്ങോട്ട് വൈറ്റ് കിട്ടുക. പിന്നെ വൈറ്റല്ല, ഞാൻ എടുക്കുമ്പോൾ മാത്രം അവൾ വീഡിയോ എടുക്കും. ഭയങ്കര അപ്പുറത്തും വീഡിയോ എടുപ്പാണ് അല്ല ഞാൻ എടുത്ത്. നമ്മൾ നേരെ ശോഭിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കോലങ്കെട്ട മൊന്തകൾ യൂട്യൂബിൽ വരും. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എവിടെ? നമ്മളിപ്പോൾ ട്രെയിനിൽ ഇപ്പോൾ ഇങ്ങോട്ട് കയറി. ക്യാബിൻ ക്രൂ ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. ആ ചേച്ചിയെ കാണിച്ചു വേണം ദുബായിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ. അതുകൊണ്ട് നമുക്കത് വേണ്ട. സ്ക്രീനൊക്കെ ഉണ്ടായിരുന്നു. എമിറേറ്റ്സ് ഫ്ലൈറ്റ് ആയിരുന്നു. സ്ക്രീനൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു സിനിമയൊക്കെ ഇട്ട് കാണണമെന്നൊക്കെ വിചാരിച്ചു. സിനിമകളെ പകുതി പോലും കണ്ടില്ല. ഞങ്ങൾ ഉറങ്ങിപ്പോയിട്ട് സൈഡിൽ ഒരു അരമണിക്കൂർ ഉറങ്ങി. പിന്നെ എനിക്ക് അതിൻ്റെ മൂഡ് പോയിരുന്നു. എൻ്റെ പോഡ്കാസ്റ്റ് പഠിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ബട്ട് നൈസായിരുന്നു. കിച്ചു അവിടെ നിന്ന് ഉണക്കി വന്നു. കിച്ചുവിന് നല്ല പരിചയമുള്ളത്. പക്ഷേ ഞങ്ങളില്ല ആദ്യമായിട്ടാണ് ഇപ്പോഴേക്ക് എമിറേറ്റ്സ്. നേരത്തെ എയർ ഇന്ത്യയൊക്കെ പോയിരുന്നു. എമിറേറ്റ്സ് ആദ്യമായിരുന്നു. പിന്നെ ഞാൻ മാലിഫിസെൻ്റ് എന്നാണ് സിനിമ ഉണ്ട്. കിച്ചു ഫ്രോസൺ മാലിഫിസെൻസ് നല്ല കോമഡിയായിരുന്നു തോന്നുന്നു. പിന്നെ കുറേ ഫുഡിന് വേണ്ടി ഇവിടുത്തെ ഇവരെ ഫുഡൊക്കെ മെനു സെലക്ട് ചെയ്യാൻ കുറേ നേരം ഫുഡൊക്കെ വരാൻ. 2:30 കയറി 4:30 ആകുമ്പോഴാണ് ഫുഡ് വന്നത്. ഇത് നല്ല കറക്റ്റ് 2 hours ബാക്കി കഴുകി വെച്ചിട്ട്. സോ വിശക്കത്തില്ല. ബ്രേക്ക്ഫാസ്റ്റായിട്ട് തന്നെ കിട്ടി. ഉറക്കം വന്നിട്ട് വായും പൊളിച്ചിരിക്കുകയാണ്. ഉറക്കം 2:30-ക്കൊക്കെ ആരെങ്ങനെ കുത്തിയിരിക്കണം? ഞാൻ കുത്തിയിരിക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെയല്ല. ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. നല്ല കുറേ ഫുഡുകളാണ്. ഫുഡിൻ്റെയൊക്കെ കാണിച്ചത് പണ്ട് ഇങ്ങോട്ട്. പക്ഷേ ഗെയിം കളിച്ചു. ഗെയിമിൻ്റെ പേരെന്നാണെന്ന് എനിക്കറിയത്തില്ല. ഒരു ഐഡിയ. ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പാടാണ്. തിരിച്ചെത്തുന്ന ഒരു കൺട്രോളർ നല്ല ഹാർഡാണ് തിരിച്ചെത്തുന്നത്. ഞങ്ങളെല്ലാവരും രാവിലെ ഇറങ്ങിയിട്ടില്ല. ദിവസം ഒരു 10 മിനിറ്റ് പോലും ഉറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ചെന്നൈ എയർപോർട്ടിലാണ് വന്ന് ലാൻഡ് ആയിരിക്കുന്നത്. ചെന്നൈ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ആയി. അവിടുത്തെ എയർപോർട്ടൊക്കെ ചുറ്റിക്കൊണ്ടിട്ട് പറ്റി. ഞാനിപ്പോൾ എയർപോർട്ട്, ദുബായ് എയർപോർട്ട്, ഷാർജ, കേരള, കൊച്ചി, ട്രിവാൻഡ്രം, കുറച്ചധികം എയർപോർട്ടുകൾ കണ്ടിട്ടുണ്ട്. എനിക്ക് കൂട്ടത്തിൽ കുറവ് ഇഷ്ടപ്പെട്ട ഇതാണ്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ അപ്പം നമ്മൾ ട്രെയിനിൽ പോകുന്നതെന്ന് വിചാരിച്ചു, പക്ഷേ ട്രെയിൻ കിട്ടിയില്ല. വീട്ടിലാണ്. ഇപ്പം ബസ്സിലൊക്കെ പോയി. അവരുടെ വീട്ടിലാണ്. ഇത് ചെറിയ സാധനം. നമുക്ക് ചാടാം.
ഇത് അടുക്കുന്നില്ല ഗൈസ്. ഞാൻ കാര്യം കാണിച്ചു. അയ്യോ പുറത്തോട്ട് നോക്കിക്കേ. കാക്ക കണ്ടോ? ഇതാണ് അവരെ കാക്കയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞു. പിന്നെ അവർ പോയി. ഇപ്പം ഞങ്ങൾ ട്രെയിനിലാണ്. ട്രെയിൻ ഒരു ബസ്സാണ് കേട്ടോ. ട്രെയിൻ കിട്ടിയില്ല, അപ്പോൾ ബസ്സിലായിരുന്നു. ഇത്ര നല്ല വിശാലമായ ബസ് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഒന്നാമതേ വല്ലപ്പോഴാണ് നാട്ടിൽ വന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ട് പിന്നെ കാണുന്നത് കുറവ്. പിന്നെ രാത്രി അവിടെ ബസ്സിൽ ഉറക്കം നടന്നില്ല. ബസ്സിൽ എനിക്കൊന്ന് രാവിലെ 4 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. പിന്നെ ഇപ്പോൾ എന്ത് നാട്ടിലെത്തി. നമ്മുടെ വീടാണ് സ്ട്രെയിറ്റ് കാണുന്നത്. ആ സ്ട്രെയിറ്റ് കാണുന്ന വീടാണ്. കുറെ കാട് പിടിച്ച സ്ഥലങ്ങളാണ്. എൻ്റെ കസിനും പിന്നെ എൻ്റെ അനിയത്തിയും കൂടി അവിടെ പൂച്ചയോ പട്ടിയോ കുറെ പട്ടിക്കുഞ്ഞുങ്ങളോ പൂച്ചക്കുഞ്ഞുങ്ങളോ അങ്ങനെ ആരോ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയതാ, തപ്പിപ്പോയതാ. ഞാൻ പറയുന്നുണ്ട് കടിക്ക് നല്ല കടി കിട്ടും, റോഡിലോട്ടൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞു. ഇതാണ് നമ്മുടെ അക്കുച്ചേട്ടൻ. നല്ല സൽസ്വഭാവിയാണ്, നല്ല മനുഷ്യനാണ്. പിന്നെ അത് മാളും. ഇതാണ് ഞാൻ പറഞ്ഞ കസിൻ. അക്കുച്ചേട്ടനും കസിനും. ശരി, അപ്പോൾ ഗൈസ്